ക്രിസ്മസ് റിലീസുകളിൽ ഇപ്പോൾ സർവമായ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവ് എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അഖിൽ സത്യൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സത്യൻ അന്തിക്കാട് സിനിമകൾ തന്നെയാണ്. കാരണം അഖിൽ സത്യൻ മുമ്പ് ചെയ്ത പാച്ചും അത്ഭുത വിളക്കും ഏകദേശം ഒരു സത്യൻ അന്തിക്കാട് മോഡലുള്ള ഒരു സിനിമ തന്നെയാണ്. അനൂപ് സത്യനാണെങ്കിൽ, അതായത് അഖിൽ സത്യൻ്റെ ട്വിൻ ബ്രദർ, സത്യൻ അന്തിക്കാടിൻ്റെ മറ്റൊരു മകൻ, അദ്ദേഹം വരന ആവശ്യമുണ്ട് ചെയ്തതും ഒരു സത്യൻ അന്തിക്കാട് ഫോർമാറ്റിലുള്ളൊരു പടമാണെങ്കിലും അത് കുറച്ചുകൂടി വേറൊരു തരം നമുക്ക് പറയാം. അതായത് സത്യൻ അന്തിക്കാട് തന്നെ പറഞ്ഞിട്ടുണ്ട്, രണ്ടുപേരും ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെ സിനിമകളാണെന്ന് തോന്നിപ്പിക്കുന്ന തരം സിനിമകളാണെങ്കിൽ കുറച്ചും കൂടിയും സത്യൻ അന്തിക്കാടിൻ്റെ ആ ഒരു ഫിലിം മേക്കിംഗ് സ്റ്റൈലും ഒക്കെ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത് അഖിലാണ് എന്ന് സത്യൻ അന്തിക്കാട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാച്ചും അത്ഭുത വിളക്കിന് ശേഷം പിന്നെ ഏതൊരു സിനിമയായിരിക്കും ഇവർ ചെയ്യുക? അതായത് വരണ ആവശ്യമുണ്ടെക്ക് ശേഷം അനൂപ് മോഹൻലാലിനെ വെച്ചിട്ടൊരു സിനിമയാണ് എന്നൊരു അനൗൺസ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അഖിലാണെങ്കിലും അതിന് ശേഷം ഏതൊരു സിനിമയായിരിക്കും ചെയ്യുക എന്നുള്ളതൊക്കെ പല ചർച്ചകൾ വന്നിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഒരു സിനിമയിൽ രണ്ട് മക്കളും അനൂപും അഖിലും അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അഖിലിൻ്റെ ആയിരുന്നു അതിൻ്റെ കഥയൊക്കെ. അനൂപും അതിൻ്റെ ഒരു ക്രിയേറ്റീവ് ഡയറക്ടറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർവമായ ഒരു അനൗൺസ്മെൻറ്റ് കുറച്ച് കാലം, ഏകദേശം ഒരു കൊല്ലം മുമ്പാണ് അനൗൺസ്മെൻറ്റ് വന്നിരുന്നത്. സർവമയുടെ അനൗൺസ്മെന്റ് ഏകദേശം ഒരു വർഷം മുമ്പൊക്കെ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. 1.5 വർഷം മുമ്പേ, അതായത് നിവിൻ പോളി അഖിൽ സത്യൻ പടം എന്നും പറഞ്ഞ അനൗൺസ്മെന്റ്. പക്ഷെ അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ പെട്ടെന്നാണ് ശരിക്കും ഷൂട്ട് തുടങ്ങി. അതായത് ഷൂട്ട് തുടങ്ങി അതിൻ്റെ ഒരു റിലീസ് വരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് മാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് തന്നെ അഖിൽ പറഞ്ഞിരുന്നു, അതായത് സ്ക്രിപ്റ്റ് എഴുതാൻ കുറച്ച് സമയം എടുത്തു, പക്ഷെ പിന്നെല്ലാം വളരെ ഫാസ്റ്റ് ആയിരുന്നു എന്നുള്ളത്. അപ്പോൾ നിവിൻ പോളി നമുക്കറിയാം, കുറേ നാളുകളായിട്ട് നിവിൻ പോളിയുടെ സിനിമകളൊക്കെ കുറച്ച് ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് ശേഷം നിവിൻ പോളിക്ക് അങ്ങനെ വലിയ വിജയമില്ല. ഇടയ്ക്കൊരു വർഷങ്ങൾക്ക് ശേഷത്തിലൊരു ക്യാമിയോ റോള് വന്നതും അതൊരു നല്ലൊരു കയ്യടിക്ക് കിട്ടിയ ഒരു റോള് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ ഒരു സിനിമ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ സിനിമ റിലീസിന് മുമ്പ് സാധാരണ സിനിമകൾ പോലെ തന്നെ അങ്ങനെ വലിയൊരു പ്രൊമോഷനോ ഒരു പ്രസ് മീറ്റോ അങ്ങനെ ഒരു വലിയൊരു ഗ്രാൻഡ് ഓഡിയോ ലോഞ്ചോ പ്രീ റിലീസ് ഇവൻറ്റോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ റിലീസിൻ്റെ ഒരു ഏകദേശം ഒരു തലേ ദിവസമാണെന്ന് 1-2 ദിവസം മുമ്പ് മാത്രം ഇങ്ങനെ ജസ്റ്റ് ഒരു മീഡിയയ്ക്ക് മാത്രം ചെറിയൊരു ഗെറ്റ് ടുഗദർ നിവിൻ പോളി വന്നു, ഒരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അന്ന് നിവിൻ പറഞ്ഞത്, ഈ സിനിമ ഇറങ്ങട്ടെ, സിനിമ സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം എന്ന രീതിയിലാണ് പറഞ്ഞത്. പുതിയ പ്രൊഡ്യൂസേഴ്സാണ് ഇതിൽ, 2 പുതിയ പ്രൊഡ്യൂസേഴ്സാണ് ചെയ്യുന്നത് ഈ സിനിമ. നിവിൻ അജു ഒരുപാട് നാളുകൾക്ക് ശേഷം ഒന്നിക്കുന്നു. അപ്പോൾ കുറേ പ്രത്യേകതകളുണ്ട്. സിനിമ തിയേറ്ററിലെത്തി. ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഷോയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബുക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒപ്പീനിയൻ വന്ന ശേഷം പിന്നീട് അങ്ങോട്ട് ശരിക്കും തന്നെ കത്തി കയറി എന്ന് തന്നെ പറയാം. ഇപ്പോൾ ആ സിനിമ ഏകദേശം ഒരു 20-25 കോടിയൊക്കെ ഗ്രോസ് കളക്ഷനൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നിവിൻ്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സിനിമ ഞാൻ കണ്ടതാണ്, നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കറിയാം, ഇവർ തമാശ രൂപേണാണെങ്കിൽ തന്നെ ഇവരിതിൻ്റെ പ്രൊമോഷനിൽ പറഞ്ഞ പോലെ സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകളിൽ ഒരു പ്രേതം, ഒരു ഹൊറർ എലിമെൻറ്റ് വന്നാൽ എങ്ങനെ ഉണ്ടാവും? കാരണം സത്യൻ അന്തിക്കാട് അങ്ങനെ ഹൊറർ സിനിമയൊന്നും ചെയ്യുന്നതല്ല. പക്ഷേ ഇത് ഒരു അങ്ങനത്തെ ഉള്ളൊരു ഹൊറർ സിനിമയല്ല, നമ്മൾ കാണുന്ന പോലത്തെ വളരെ പേടിപ്പിക്കുന്ന ഒരു ഹൊറർ സിനിമയല്ല. ഇതിലൊരു എന്താ പറയുക, റിയ ഷിബു എന്ന് പറയുന്ന പ്രൊഡ്യൂസറും കൂടിയാണ്. അവർ സീനിയർ പ്രൊഡ്യൂസറായ ഷിബു തമീസിൻ്റെ മകളാണ്. അവരാണ് ഈ ഒരു സിനിമയിലെ പ്രേതമായിട്ട് വരുന്നൊരു ക്യാരക്ടർ. അപ്പോൾ നമ്മളധികം ഇതുവരെ കണ്ടിട്ടുള്ള തരത്തിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള എല്ലാ ഒരു എന്താ പറയുക, പ്രേത സിനിമ അല്ലെങ്കിൽ പ്രേത കഥാപാത്രം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന അല്ലെങ്കിൽ ആ ഒരു രൂപം എല്ലാത്തിനെയും ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ. സിനിമ കണ്ടവർക്കൊക്കെ അറിയാം. പിന്നെ പ്രീതി എന്ന് പറയുന്ന മറ്റൊരു നായികയാണ്. അവരും വേറെ ഭാഷയിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇവർ നമ്മൾ മലയാളികൾ അധികം, എനിക്കൊണ്ട് മേനെ പ്യാർ കിയ എന്നാണ് ആ ഒരു സിനിമ. മേനെ പ്യാർ കിയ ഒരു സിനിമയുണ്ട്. ഇതിൽ റിയ ഷിബുവിൻ്റെ ബ്രദർ അഭിനയിച്ചൊരു സിനിമ. അതിൽ ഈ പറയുന്ന പ്രീതി ഹീറോയിനായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും ഇതിൽ പ്രസൻറ്റിങ് റിയ ഷിബു പ്രീതി മുകുന്ദൻ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഗ്രാമീണ ഒരു പശ്ചാത്തലം, അതായത് അഖിൽ ഇതിനു മുമ്പ് പാച്ചു ചെയ്തിരുന്നത് കൂടുതലും ഗോവയിലും ബോംബെയിലൊക്കെയാണ് കൂടുതൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ അങ്ങനെ ഒരു ഗ്രാമീണ പശ്ചാത്തലം ഒന്നുമില്ല. നാട്ടിൽ കുറച്ച് ദിവസമുള്ളൂ, അത് തന്നെ ഒരു ഗ്രാമമൊന്നുമല്ല. അപ്പോൾ ഇത് പക്ഷേ ഒരു പ്യുവർലി ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ്. വേറെയും ഈ പറഞ്ഞ പോലെ പുറത്തോട്ടൊക്കെ പോകുന്നുണ്ട്, ബോംബെയും അതൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ കൂടിയും കൂടുതലും ഒരു വളരെ ഗ്രാമീണ പശ്ചാത്തല സിനിമയാണ്. അഖിൽ പറഞ്ഞത് സത്യൻ അന്തിക്കാടിൻ്റെ അച്ഛൻ്റെ കൂടെ കഥ തുടരുന്നു സിനിമ മുതലാണ് വർക്ക് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഒരു സ്നേഹവീട് ആണ് അവസാനമായിട്ട് സത്യൻ അന്തിക്കാടും ഒരു ഗ്രാമീണ പടം ചെയ്തത്. അതിനുശേഷം പിന്നീട് അദ്ദേഹം ഗ്രാമീണ സിനിമകളല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ എന്നും എപ്പോഴും ആയാലും അവിടെ മൂലം ഞാൻ പ്രകാശനൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു സിറ്റിക്കകത്ത് നടക്കുന്ന അത്തരം കഥകളൊക്കെയാണ്. അപ്പോൾ
അങ്ങനത്തെ ഒരു സിനിമ ചെയ്യണമെന്ന് വളരെ ആഗ്രഹമാണ്. അഖില് പറഞ്ഞ അഖിലും ഒരു 25 വയസ്സ് വരെയൊക്കെ അന്തിക്കാട് ജീവിച്ച് എന്താ പറയുക അവിടെ ജനിച്ചും ജീവിച്ച് വളർന്ന ആളാണ്. അപ്പോൾ ഗ്രാമീണ സിനിമകളോട് ഭയങ്കര താല്പര്യമുണ്ട്. അച്ഛൻ്റെ സിനിമകളോട് വളരെ താല്പര്യമാണ്. നിവിൻ പോളി ആണെങ്കിൽ നമുക്കറിയാം സത്യൻ അന്തിക്കാടിൻ്റെ പുതിയ തീരങ്ങൾ എന്ന് പറയുന്ന സിനിമയിലാണ് സത്യൻ അന്തിക്കാടിൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് അഖില് അച്ഛൻ്റെ അസിസ്റ്റൻ്റാണ്. അപ്പോൾ അന്ന് അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ നിവിൻ അതിൽ ഹീറോ. അപ്പോൾ ഇവർ തമ്മിലൊരു ബോണ്ടിങ് അന്നേ ഉണ്ട്. അപ്പോൾ പാച്ചു പലപത് വിളക്കം എന്ന് പറഞ്ഞ സിനിമ ശരിക്ക് അന്ന് നിവിൻ പോളിയാണ് മനസ്സിൽ കരുതിയിരുന്നത്. നിവിൻ നായകനാവേണ്ട സിനിമയായിരുന്നു. പക്ഷേ പല കാരണങ്ങളോട് നിവിൻ മാറി അവസാനമാണ് ഫഹദ് വന്നത്. അപ്പോൾ പാച്ചുവിൻ്റെ അത്ഭുത വിളക്കും അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്. തരക്കേടില്ലാതെ ഓടിയൊരു സിനിമയാണ്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക പ്രേക്ഷകർ കൂടുതൽ സ്വീകരിച്ചു, അല്ലെങ്കിൽ കൂടുതൽ കളക്ഷനിലേക്ക് ഈ ഒരു സിനിമ സർവമായ പോകുന്നു എന്ന് തന്നെ പറയാം. കാരണം കൂടുതൽ റിവ്യൂസിലൊക്കെ കണ്ടത് പാച്ചുവിനെക്കാട്ടും ബെറ്ററാണ്. അത് മാത്രമല്ല പാച്ചു കുറച്ച് സെക്കൻഡ് ഹാഫ് ഒക്കെ ഒരുപാട് മിക്സഡ് അഭിപ്രായങ്ങളുണ്ട്. കുറച്ച് ലാഗ് ഉണ്ട്, പടത്തിന് ഭയങ്കര ലെങ്ത് ആണെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ കറക്റ്റായിട്ട് ഒരു എഡിറ്റിംഗ് കൂടിയും ചെയ്ത് അത് സ്ക്രിപ്റ്റിലായാലും പിന്നീട് അതിൻ്റെ ഒരു ഫൈനൽ എഡിറ്റിലായാലൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. രതിൻ എന്ന് പറയുന്ന ഒരു എഡിറ്ററാണ്. അഖിലുമുണ്ട്. 2 എഡിറ്റേഴ്സാണ് അതിലുള്ളത്. പിന്നെ ഇതിൻ്റെ ക്യാമറ ശരൺ വേലായുധനാണ്. ഇതിൻ്റെ കളറിസ്റ്റ് ലിജു പ്രഭാകർ, അദ്ദേഹം ഒരുപാട് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച വർക്ക് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ സമയത്തൊക്കെ അദ്ദേഹത്തെയൊക്കെ പ്രത്യേകം അഖില് എന്താ പറയുക അഖില് അഭിനന്ദിച്ചിരുന്നു. ഇതിൻ്റെ ഒരു റിലീസ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ചെറിയൊരു ഗെറ്റ് ടുഗദറിൽ വെച്ചിട്ട്. പിന്നെ ഇതിലെ കാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം അജു നിവിൻ ഒരുമിച്ച് വരുന്നു. അതിൽ അജുവിനെ സജസ്റ്റ് ചെയ്തത് നിവിൻ തന്നെയാണെന്നാണ് അഖില് പറഞ്ഞത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത നേരത്തെ നായികമാരുടെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള കാസ്റ്റ് ഇതിൽ പ്രധാനമായിട്ടും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു ഫ്രഷ് കാസ്റ്റ് എന്ന് പറയുന്നതിൽ നിവിൻ്റെ അച്ഛനും ചേട്ടനുമായിട്ട് വരുന്നത്. ഒന്ന് രഘുനാഥ് പലേരിയാണ് അച്ഛനായിട്ട് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് അതുപോലെ ഒരു നെടുമുടി വേണു അല്ലെങ്കിൽ അതേപോലത്തെ ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിരുന്ന ആളുകൾ ഇന്നില്ല. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. പണ്ട് സത്യൻ അന്തിക്കാടിൻ്റെ സിനിമകൾ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിരുന്ന അച്ഛൻ വേഷം അമ്മാവൻ വേഷമൊക്കെ ചെയ്യാൻ മാത്രമുള്ള നടന്മാരിന്ന് കുറവാണ് ശരിക്ക്. പ്രിയദർശനായാലും സത്യൻ അന്തിക്കാടായിട്ടൊക്കെ പറയാറുണ്ട് ഇതൊരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഒരു സീൻ എഴുതുമ്പോൾ അതാര് ചെയ്യും മനസ്സിൽ അങ്ങനത്തെ ഒരു ആൾക്കാർ വരുന്നില്ല. അപ്പോൾ ഇപ്പോൾ രഘുനാഥ് പലേരി വളരെ സീനിയർ ആയിട്ടുള്ള റൈറ്ററാണ്, ഡയറക്ടറാണ്. അദ്ദേഹം ഇപ്പോഴാണ് അഭിനയിച്ചൊക്കെ തുടങ്ങിയിട്ടുള്ളത്. കുറേ സിനിമകൾ നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഇതിൽ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ആ ഒരു ക്യാരക്ടറിന് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു നടനായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ തോന്നിയത്. പിന്നെ ചേട്ടനായിട്ടുള്ള ഒരു ക്യാരക്ടർ അത് മധു വാര്യരാണ്. മധു വാര്യർ അങ്ങനെ വലിയൊരു ത്രൂ ഔട്ട് ക്യാരക്ടറൊന്നുമല്ല. പക്ഷേ ഇതിലൊരു നമ്പൂതിരിയായിട്ടുള്ള വളരെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വളരെ ആപ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ഒരു ഫ്രഷ് ഫീല് കിട്ടി. കാരണം മധു വാര്യർ അദ്ദേഹം നടനായിട്ട് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എത്രയോ നാളുകളായി അദ്ദേഹത്തെ സിനിമയിൽ കണ്ടിട്ട്. ഇടയ്ക്ക് അദ്ദേഹം മഞ്ജു വാര്യരെ നായികയാക്കി ബിജു മേനോൻ വെച്ചിട്ട് ഒരു സിനിമയൊക്കെ ചെയ്തിരുന്നു, സംവിധാനം ചെയ്തിരുന്നു, നിർമ്മാതാവായിരുന്നു അദ്ദേഹം. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുടെ ഒരു സിനിമയിൽ നമ്മൾ അദ്ദേഹത്തെ ശരിക്കും മറന്നുപോയി തന്നെ പറയാം. ഇന്നത്തെ തലമുറയ്ക്ക് അദ്ദേഹത്തിനെ കണ്ടിട്ട് അദ്ദേഹത്തിന് നായകനായ സിനിമകളൊന്നും പണ്ട് പൊന്മുടി പുഴയോരത്തായാലും വാണ്ടഡായാലും കുറേ സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇന്നത്തെ ജനറേഷനൊന്നും ശരിക്കും അത് കണ്ടിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഒരു നടനെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അദ്ദേഹത്തിനും ഒരു തിരിച്ചുവരവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ അനിയപ്പനായിക്കോട്ടെ, നമ്മളിൽ വന്ന വിജീഷ് ആയിക്കോട്ടെ, ഇവരൊക്കെ കുറേ നാളുകൾക്ക് ശേഷം ഇതിൽ ചെറുതാണെങ്കിലും നമ്മളിതിലൊക്കെ കണ്ടു എന്നുള്ളതാണ്. എന്തായാലും ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. തിയേറ്ററിലൊക്കെ എല്ലാവരും വളരെ രസകരമായിട്ട് എല്ലാവരും എൻജോയ് ചെയ്താണ്. കാരണം കുറേ നാളുകൾക്ക് ശേഷം ആ ത്രില്ലർ ആയിട്ട് നടന്നിരുന്ന ഒരു നിവിൻ പോളിനെ തിരിച്ച് പഴയൊരു നിവിനെ കണ്ടു എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അതൊരു ഹിറ്റിലേക്ക് കുതിക്കുകയാണ്. എന്തായാലും ക്രിസ്മസ് വിന്നർ അത് തന്നെയായിരിക്കും. ഇപ്പോൾ ബബബയുണ്ട്, വേറെയും കുറേ സിനിമകൾ, ഹാലുണ്ട്, ഉണ്ണിമൂന്തൻ്റെ മിണ്ടിയും പറഞ്ഞുണ്ട്, ആഘോഷം ഉണ്ട്, ലാലേട്ടൻ്റെ തെലുങ്ക് മലയാളം സിനിമ വൃഷഭയൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ കടത്തി വെട്ടി എന്തായാലും ലോങ് റണ്ണിൽ ഒരു ഗ്രോസർ എന്തായാലും ഈ പറയുന്ന സർവമായ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ അത് എത്രത്തോളം നമുക്ക് പോവും കളക്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി അങ്ങോട്ട് ഈ ഒരു സിനിമയുടെ വിജയം നിവിന് എന്തായാലും ഒരു വലിയൊരു എനർജി കൊടുക്കും. അപ്പോൾ 2026 എന്ന് പറയുന്ന ഒരു വർഷം നിവിൻ പോളിക്കും ഒരു വലിയൊരു ഗുണമാവും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.